അധ്യായം 2. കോസ്റ്റ കഫേ. 4:30 PM. ഇരുട്ടിൽ വാൾട്ടറുടെ മൊട്ടത്തല തിളങ്ങുന്നുണ്ടായിരുന്നു. 6.5 അടിയോളം ഉയരമുള്ള ആ മനുഷ്യൻ പ്രൊഫസർക്ക് സമീപം ഒരു മഹാമേരു പോലെ നിലയുറപ്പിച്ചു. പപ്പാ! സ്റ്റെല്ല ചാടി എഴുന്നേറ്റു. ഇത് മിസ്റ്റർ ലർക്കിൻ, എൻ്റെ ഫിസിക്സ്. ഗോ ഹോം സ്റ്റെല്ല. വാൾട്ടർ തൻ്റെ സ്വതവേയുള്ള ഘനഗംഭീരമായ സ്വരത്തിൽ ആജ്ഞാപിച്ചു. അവൾക്ക് പറയാനുള്ളതൊന്നും കേൾക്കാൻ അയാൾ ഒരുക്കമല്ലെന്ന് വ്യക്തം. ഗോ സ്റ്റെല്ല. ഒരിക്കൽ കൂടി അത് പറഞ്ഞപ്പോൾ അയാളുടെ കണ്ണുകളിൽ നിന്ന് തീപ്പൊരി പാറി. പിന്നെ ഒരു നിമിഷം പോലും നിൽക്കാൻ സ്റ്റെല്ലയ്ക്കായില്ല. അവൾ തന്റെ ബാഗും മറ്റുമെടുത്ത് തിടുക്കത്തിൽ പുറത്തേക്കിറങ്ങി. തിരിഞ്ഞു പോലും നോക്കണ്ട, നിന്നെ ഞാൻ വീട്ടിലെത്തിയിട്ട് കാണുന്നുണ്ട്, പൊയ്ക്കോ. പുറകിൽ നിന്ന് പപ്പയുടെ ശബ്ദം മുഴങ്ങി. തുടർന്ന് വാൾട്ടർ പ്രൊഫസർക്കെതിർവശത്തായി ആ സോഫയിൽ അമർന്നിരുന്നു. മിസ്റ്റർ ലെവിൻ. പ്രൊഫസറുടെ ശബ്ദം ഇടറിയിരുന്നു. താങ്കൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നുമല്ല. സ്റ്റെല്ലയ്ക്ക് എന്തൊക്കെയോ ഫാമിലി പ്രോബ്ലംസ് ഉള്ള പോലെ തോന്നി. അതൊന്ന് ഡിസ്കസ് ചെയ്യാൻ. ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് തനിക്കെങ്ങനെ മനസ്സിലായി? അല്ല, ആരായാലും തെറ്റിദ്ധരിക്കുമല്ലോ. എനിക്ക് തെറ്റിദ്ധാരണയൊന്നുമില്ല. ഓക്കെ, ഗുഡ്. എങ്കിൽ പിന്നെ നമുക്കൊരോ കോഫി കുടിച്ച് പിരിയാം. സ്റ്റെല്ല പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയാണെന്ന് തനിക്കറിയില്ലേ? എനിക്കറിയാം. പക്ഷേ അതിനിവിടെ എന്ത് പ്രസക്തി? ഞാൻ ആ കുട്ടിയുമായി ഒരു അഫയർ ഉണ്ടാക്കാൻ വന്നതല്ലല്ലോ. പിന്നെന്തിനാ നീ ഇങ്ങനെയൊരു സ്ഥലത്ത് അവളെ കൂട്ടിക്കൊണ്ടുവന്നത്? എന്തെങ്കിലും സംസാരിക്കാനായിരുന്നെങ്കിൽ കോളേജിൽ അതിനുള്ള സൗകര്യമില്ലേ? കൗൺസിലിങ്ങിനാണെങ്കിൽ അതിന് വേറെ ഡിപ്പാർട്ട്മെന്റ് ഇല്ലേ? ഫിസിക്സ് പ്രൊഫസർക്ക് അതിലെന്ത് കാര്യം? മര്യാദയ്ക്ക് സംസാരിക്കണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഉണ്ടാകാനിടയുള്ള പ്രത്യാഘാതങ്ങൾ നന്നായി ആലോചിച്ചിട്ട് വേണം. അതെ, പ്രത്യാഘാതങ്ങൾ നീ അനുഭവിക്കാൻ പോകുന്നതേയുള്ളൂ. ഞാൻ ഇത് തന്റെ കോളേജിൽ റിപ്പോർട്ട് ചെയ്യും. തന്റെ ജോലി പോകും. പോലീസ് അറസ്റ്റ് ചെയ്യും. എന്റെ മോൾ എന്ത് മൊഴിയാണോ പോലീസിന് കൊടുക്കുന്നത് അതനുസരിച്ച് നീ ചിലപ്പോൾ ആജീവനാന്തം ജയിലിൽ പോകും. ഭീഷണിയാണോ? പ്രൊഫസറുടെ മുഖം വക്രിച്ചു. താൻ സ്റ്റെല്ലയെ ഉപദ്രവിക്കുന്നുണ്ടെന്നതിന് വ്യക്തമായ തെളിവുകളും സാക്ഷികളും എന്റെ കയ്യിലുണ്ട്. അവൾ തന്നെ ഇത് പറയുന്നത് ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്. ആരാ ജയിലിൽ പോകുന്നതെന്ന് നമുക്ക് കാണാം. വാൾട്ടർ മറുപടി ഒന്നും പറയാതെ പ്രൊഫസറുടെ കണ്ണുകളിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരുന്നു. അയാളുടെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം പുകയുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആവി പറന്ന കോഫിയുമായി വെയിറ്റർ എത്തി. കഴിക്കൂ മിസ്റ്റർ ലെവിൻ. ഞാൻ തന്റെ മോൾക്ക് വേണ്ടി പറഞ്ഞതാ, ക്യാപിച്ചീനോ. പ്രൊഫസർ ആ കപ്പ് വാൾട്ടർക്കു നേരെ നീക്കിവെച്ചു. വെറുതെ ഇല്ലാത്ത കാര്യത്തിന് നമ്മൾ തമ്മിൽ ഒരു പ്രശ്നം വേണ്ട. അടുത്ത നിമിഷം വാൾട്ടർ മുൻപോട്ട് കുതിച്ച് പ്രൊഫസറുടെ മുടിക്കുത്തിന് പിടിച്ച് പിറകോട്ട് മലർത്തിപ്പിടിച്ചു. ഞാൻ എന്റെ മോളെ ഉപദ്രവിക്കുന്നുണ്ടെന്ന്? അല്ലേടാ നായേ. നിന്റെ മോൾക്ക് സ്റ്റെല്ലയേക്കാൾ പ്രായമില്ലടാ, നാണമില്ലാത്തവനെ. എന്റെ മോളുടെ മേൽ നീ കണ്ണുവെച്ചിട്ടുണ്ടെങ്കിൽ നീ ഓർത്തോ, അത് നിന്റെ നാശത്തിനാ. ഞാൻ ആരാണെന്നോ എനിക്കെന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നോ നീ അറിയാൻ പോകുന്നതേയുള്ളൂ. അതും പറഞ്ഞ് അയാൾ മേശമേലിരുന്ന ചൂടൻ കോഫി എടുത്ത് പ്രൊഫസറുടെ പാന്റിന്റെ മുൻഭാഗം വലിച്ചു പിടിച്ച് ഉള്ളിലേക്കൊഴിച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺപിള്ളേരെ കാണുമ്പോൾ ഇനി മേലിൽ നിനക്ക് വേണ്ടാത്തതൊന്നും തോന്നരുത്. അപ്രതീക്ഷിതമായിരുന്നു ആ ആക്രമണം. പ്രൊഫസർ ഉറക്കെ അലറിപ്പോയി. കോഫി ഷോപ്പിലുണ്ടായിരുന്നവരുടെ എല്ലാം ശ്രദ്ധ അങ്ങോട്ടേക്കായി. ഇനി ഒരു പ്രാവശ്യം കൂടി ഈ ഒരു വിഷയത്തിൽ നമ്മൾ തമ്മിൽ ഇടപെടേണ്ടി വന്നാൽ, വാൾട്ടർ തന്റെ മുഖം അയാളുടെ മുഖത്തോടടുപ്പിച്ചു, കൊന്നുകളയും നിന്നെ, നായിന്റെ മോനെ. വേദന സഹിക്കാനാവാതെ പ്രൊഫസർ അപ്പോഴും ഞെരങ്ങിക്കൊണ്ടിരുന്നു. ഗെറ്റ് ഔട്ട്, ബോത്ത് ഓഫ് യു. ഷോപ്പിന്റെ മാനേജർ ഓടിയെത്തി. എന്ത് പ്രശ്നമാണെങ്കിലും പുറത്തു വെച്ച് തീർത്തോണം. ഞാൻ പോയിക്കൊള്ളാം. വാൾട്ടർ നിവർന്നു. ഇയാൾക്കിനി നടക്കണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഒരു ചെറു ചിരിയുണ്ടായിരുന്നു അയാളുടെ മുഖത്ത്. പുറത്തേക്കെത്തി ട്രക്കിൽ കയറിയതും അയാൾ കൈവെള്ളയിലേക്ക് നോക്കി. പ്രൊഫസറുടെ നരച്ചു തുടങ്ങിയ ഏതാനും മുടിയിഴകൾ താൻ പിഴുതെടുത്തിരിക്കുന്നു. അയാൾ ചുറ്റും നോക്കി ആരും കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്തി ശ്രദ്ധയോടെ ആ മുടിനാരുകൾ തന്റെ പേഴ്സിലെ ഒരു അറയിലേക്കിട്ടു. തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വാൾട്ടർക്ക് തോന്നിയില്ല. സ്റ്റെല്ലയുമായി വീണ്ടും ഒരു വഴക്കിന് അയാൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. എന്നാലും താൻ അവളെ ഉപദ്രവിക്കുന്നുണ്ടെന്ന് സ്റ്റെല്ല പറഞ്ഞിരിക്കുമോ? അയാൾ ആകെ ചിന്താക്കുഴപ്പത്തിലായി. അല്പം സ്ട്രിക്റ്റാണ് താൻ, പക്ഷേ ഒരിക്കൽ പോലും അവളെ ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടില്ല, കുട്ടിയായിരുന്നപ്പോൾ പോലും. സ്റ്റെല്ലയ്ക്ക് തന്നെ വെറുപ്പായിരിക്കണം. അയാൾക്ക് ആകെ വല്ലായ്മ തോന്നി. ഈ ലോകത്ത് താൻ ഏറ്റവും വിലമതിക്കുന്ന സ്വത്താണവൾ, തന്റെ ജീവനേക്കാളും എത്രയോ മടങ്ങ്. സ്റ്റെല്ലയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ താനൊരു മൃഗമായി മാറിയേക്കുമെന്ന് വരെ അയാൾ ഭയന്നു. അന്ന് രാത്രി 8 മണിവരെ അയാൾ ഒരു ബാറിൽ ചിലവഴിച്ചു.
വളരെ സമയമെടുത്താണ് അയാൾ 3 ബിയറുകൾ അകത്താക്കിയത്. ഒപ്പം കുറേയേറെ കപ്പലണ്ടിയും. മനസ്സാകെ ചിന്താകുലമായിരുന്നു. പ്രൊഫസറോട് ചെയ്തത് അല്പം കൂടിപ്പോയെന്ന് അയാൾക്ക് തോന്നി തുടങ്ങിയിരുന്നു. എന്നാലും സ്വന്തം മോളെക്കാളും പ്രായം കുറവാണ് സ്റ്റെല്ലയ്ക്ക്. എന്നിട്ടും അയാൾ അവളെ ഓർത്തപ്പോൾ വാൾട്ടർ പല്ലു ഞെരിച്ചു. 8:30യോടുകൂടി വാൾട്ടർ വീട്ടിലെത്തിയപ്പോൾ ഒരു പോലീസ് വാഹനം വീട്ടുമുറ്റത്ത് കാത്തുകിടക്കുന്നുണ്ടായിരുന്നു. അതയാൾ പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നു. നേരെ നടന്ന് അയാൾ സ്വീകരണ മുറിയിലേക്ക് കയറി. ഹേയ് മിസ്റ്റർ ലെവിൻ. ഒരു പോലീസ് ഓഫീസർ ഹസ്തദാനവുമായി മുൻപോട്ട് വന്നു. ഞാൻ ഓഫീസർ ബോബ്. എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. എന്നെ അറസ്റ്റ് ചെയ്യുന്നോ? ഇല്ല, പരാതിയൊന്നും കിട്ടിയില്ല. എങ്കിലും ഇന്ന് വൈകിട്ട് കോസ്റ്റ കഫേയിൽ വെച്ച് നടന്നതെന്താണെന്ന് ഒന്ന് പറഞ്ഞു തരണം. ഒത്തിരി സാക്ഷികളുണ്ട്. ഞങ്ങൾക്ക് കേസ് എടുക്കാതിരിക്കാനാവില്ല. പരാതിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ മെനക്കെടുന്നേ? എനിക്കൊന്നും പറയാനില്ല. യു സീ മിസ്റ്റർ ലെവിൻ, പ്രൊഫസർ ലർക്കിൻ ഹോസ്പിറ്റലിലാണ്. താങ്കൾ അയാളുടെ രഹസ്യഭാഗത്ത് ചൂട് കോഫി ഒഴിച്ചത് കണ്ട ധാരാളം പേരുണ്ട്. CCTVയിലുമുണ്ട്. അയാൾ കേസെടുക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾ കുടുങ്ങും. യു വിൽ ബി ഇൻ സീരിയസ് ട്രബിൾ. ആയിക്കോട്ടെ, അപ്പം നോക്കാം. നിങ്ങളിപ്പോൾ പോകൂ. എനിക്ക് ഉറങ്ങാൻ സമയമായി. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്നോട് സംസാരിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കണം. പോലീസുകാരൻ ഒരു കാർഡ് എടുത്തു നീട്ടി. വാൾട്ടർ അത് വാങ്ങി അലക്ഷ്യമായി കോഫി ടേബിളിലേക്കിട്ടു. പോലീസുകാരൻ പോയതും അയാൾ നേരെ സ്റ്റെല്ലയുടെ മുറിയിലേക്ക് ചെന്നു. ബെഡിൽ അയാളുടെ വരവും പ്രതീക്ഷിച്ചെന്ന വണ്ണം ഇരിപ്പുണ്ടായിരുന്നു സ്റ്റെല്ല. നേർത്ത നൈറ്റ് ഗൗണിൽ ഒരു കൊച്ചു മാലാഖയെ പോലെ തോന്നിച്ചു അവൾ. അയാൾ അകത്തേക്ക് കാലെടുത്ത് വെച്ചതും അവൾ ചാടി എണീറ്റു. പപ്പ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. ഐ ആം റിയലി സോറി പപ്പ. എന്തിനാ സോറി? വാൾട്ടർ അമ്പരന്നു. രാവിലെ ഞാൻ വല്ലാതെ അപ്സെറ്റായിരുന്നു. പപ്പയോട് വഴക്ക് കൂടിയല്ലേ പോയത്. കോളേജിൽ ചെന്നപ്പോൾ പ്രൊഫസറെ കണ്ടു. അദ്ദേഹം പറഞ്ഞു ഇന്ന് വൈകിട്ട് പേഴ്സണലായി ഒന്ന് കാണണമെന്ന്. അപ്പോൾ എനിക്കതൊരു നല്ല ഐഡിയ ആയി തോന്നിയെങ്കിലും പിന്നെ അവിടെ ചെന്നപ്പോഴാ അയാൾക്ക് വേറെ എന്തോ ഉദ്ദേശമാണെന്ന് മനസ്സിലായത്. എന്റെ അടുത്ത് വന്നിരുന്നതും കവിളിൽ തട്ടിയതുമൊക്കെ ആയപ്പോൾ എനിക്ക് മനസ്സിലായി അയാൾ ശരിയല്ലെന്ന്. പപ്പ കൃത്യസമയത്ത് വന്നതുകൊണ്ട് എനിക്ക് ഒഴിവായി പോരാൻ പറ്റി. തല കുനിച്ചു പിടിച്ചാണ് അവളുടെ സംസാരം. പപ്പ ഒരു ദുഷ്ടനാണെന്ന് തോന്നുന്നുണ്ടോ മോൾക്ക്? ഏയ്. അവൾ വീണ്ടും തല കുനിച്ചു. ചിലപ്പോ പപ്പ അനാവശ്യമായി സ്ട്രിക്റ്റ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. എന്നെ എപ്പോഴും സംശയമാണ്. ഇന്നുവരെ സ്നേഹത്തോടെ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല എന്നോട്. ഒന്നും വാങ്ങി തന്നിട്ടില്ല. ഒരുമിച്ച് ഒരു ട്രിപ്പ് പോലും പോയിട്ടില്ല. വല്ലാത്തൊരു യാന്ത്രിക ജീവിതം. ചിലപ്പോൾ മടുത്തുപോകും. അയാൾ മുൻപോട്ട് ചെന്ന് അവളുടെ തലമുടിയിൽ തലോടി. എന്റെ കുട്ടി, നിനക്കറിയില്ല ഞാൻ അനുഭവിച്ചതൊന്നും. നഷ്ടപ്പെട്ടു പോയതാ നിന്നെ എനിക്ക്. എന്നിട്ടും ഞാൻ തിരിച്ചു പിടിച്ചു. ആ കഥയൊന്നും നിനക്കറിയില്ല. എന്റെ ജീവിതം ഞാൻ ചെകുത്താന് അടിയറവ് വെച്ചു നിനക്കു വേണ്ടി. ആരെങ്കിലും നിന്നെ ഒന്ന് നുള്ളി നോവിച്ചാൽ പോലും എനിക്ക് സഹിക്കില്ല. കൊന്നുകളയും ഞാനവനെ. പപ്പ അയാളുടെ മേലേക്ക് ചൂട് കോഫി ഒഴിച്ചെന്ന് പറഞ്ഞു ആ പോലീസുകാരൻ. ഒരു ചെറിയ ചിരി ഉണ്ടായിരുന്നു സ്റ്റെല്ലയുടെ മുഖത്ത്. പിന്നെ ഞാൻ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? എന്തായാലും ഇനി അവൻ നിന്റെ അടുത്ത് വരുമ്പോൾ ഒന്നും അടിക്കും. അഥവാ ഇനി അയാൾ വരികയാണെങ്കിൽ ഉടനെ എന്നെ അറിയിക്കണം. ഓക്കെ പപ്പ, ഞാൻ കിടക്കട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സ്റ്റെല്ല. അയാൾ അവളുടെ മൂർധാവിൽ ചുംബിച്ച് പുറത്തേക്ക് നടന്നു. ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് വന്ന് മിണ്ടിയാൽ മതി പപ്പ. നമ്മൾ തമ്മിലുള്ള ഈ അകലം കുറയും. പതിഞ്ഞ സ്വരത്തിൽ അവൾ മന്ത്രിച്ചത് അയാൾ കേട്ടു. ത്തിന് കാര്യമായ ടിഷ്യൂ ഡാമേജ് ഉണ്ടായില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. തന്റെ വീടിനടുത്തെത്തിയപ്പോഴേക്കും അയാൾക്കെന്തോ പന്തികേട് തോന്നി. പിറ്റേന്ന് രാവിലെ പ്രൊഫസർ സ്റ്റീവ് ലർക്കിൻ ഹോസ്പിറ്റൽ വിട്ട് വീട്ടിലേക്ക് തിരിച്ചു. അന്ന് ജോലിക്ക് പോകാനാവില്ലെന്ന് അയാൾക്കറിയാമായിരുന്നു. നല്ല വേദനയും പുകച്ചിലുമുണ്ട്. ഭാഗ്യത്തിന് കാര്യമായ ടിഷ്യൂ ഡാമേജ് ഉണ്ടായില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. തന്റെ വീടിനടുത്തെത്തിയപ്പോഴേക്കും അയാൾക്കെന്തോ പന്തികേട് തോന്നി. കോളേജ് പ്രിൻസിപ്പാളിന്റെ കാർ വീട്ടുമുറ്റത്ത് കിടക്കുന്നു. പ്രിൻസിപ്പാളും തനിക്ക് പരിചയമില്ലാത്ത മറ്റു ചിലരും അവിടെ മാറി നിന്ന് സംസാരിക്കുന്നുണ്ട്. കാർ നിർത്തി പുറത്തേക്കിറങ്ങിയ പ്രൊഫസർ അമ്പരപ്പോടെ പ്രിൻസിപ്പാളിനടുത്തേക്ക് നീങ്ങി. പ്രൊഫസർ, പ്രിൻസിപ്പൽ എർവിംഗ് ഷെപ്പേർഡ് അയാളുമായി ഹസ്തദാനം നടത്തി. അത്യാവശ്യമായി നമുക്കൊന്ന് സംസാരിക്കണം. ഒരൽപ്പം പേഴ്സണലാണ്. വരൂ സാർ, നമുക്കെന്റെ ഓഫീസിലേക്ക് ഇരിക്കാം. അയാൾ അദ്ദേഹത്തെ വീടിനുള്ളിലേക്ക് ക്ഷണിച്ചു. നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടല്ലേ? പ്രിൻസിപ്പലിന്റെ മുഖത്ത് ചെറു ചിരിയുണ്ടായിരുന്നു. ഒന്നും പറയണ്ട സാർ. ഇതെന്ത് പറ്റിയതാ? കോഫി തട്ടി മറിഞ്ഞു വീണതാ സാർ, ഇന്നലെ കോസ്റ്റായിൽ വെച്ച്.
പ്രിൻസിപ്പൽ ഒന്നിരുത്തി മൂളി. ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളോ കോസ്റ്റായിൽ? സാർ, മിസ് സ്റ്റെല്ല ലെവിൻ എന്നൊരു സ്റ്റുഡൻറ്റുമായാണ് താൻ അവിടെ പോയെന്നാണല്ലോ കേൾക്കുന്നത്. അത് സാർ, വ്യക്തമായി പറയണം, തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നതല്ല ഇവിടുത്തെ മെയിൻ പ്രശ്നം. ആ കുട്ടി അണ്ടർ ഏജ് ആണ്, പ്രായപൂർത്തിയായിട്ടില്ല. താനിനി ബാക്കിയുള്ള ജീവിതം അഴിക്കുള്ളിൽ ചിലവഴിക്കേണ്ടി വരും. സോ നന്നായി ആലോചിച്ച് മാത്രം മറുപടി പറയൂ. പ്രൊഫസർ ഒന്ന് നടുങ്ങി. പറയൂ മിസ്റ്റർ ലെർക്കിൻ. പ്രിൻസിപ്പൽ അയാളുടെ കണ്ണുകളിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി നിൽക്കുകയാണ്. പ്രൊഫസർ ലെർക്കിൻ ഒരു നിമിഷം കണ്ണടച്ചു നിന്നു. അതിഹീനമായ ഒരു പദ്ധതി അയാളുടെ മനസ്സിൽ രൂപപ്പെടുത്തുകയായിരുന്നു. സാർ, അയാൾ മുഖമുയർത്തി. ആ പെൺകുട്ടിയെ അവളുടെ പപ്പ സെക്ഷലി ഉപദ്രവിക്കാറുണ്ട്. വാട്ട്? പ്രിൻസിപ്പാളിന്റെ മുഖം വിളറിപ്പോയി. യെസ് സാർ, ആ കുട്ടി അതിനെപ്പറ്റി കൂട്ടുകാരോട് പറയുന്നത് ഞാൻ കേട്ടു. ഉടനെ തന്നെ കൗൺസിലറുമായി ബന്ധപ്പെടാൻ ഞാൻ പറഞ്ഞതാണ്. പക്ഷേ ആ കുട്ടിക്ക് അതിനു മടി. സോ ഞാൻ പറഞ്ഞു വൈകിട്ട് നമുക്ക് പേഴ്സണലായി കണ്ട് സംസാരിക്കാമെന്ന്. അങ്ങനെയാണ് ഞങ്ങൾ കോസ്റ്റായിലെത്തിയത്. ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് മിസ്റ്റർ ലെവിൻ, ആ കുട്ടിയുടെ പപ്പ, അവിടെ എത്തുകയും എന്നെ... ഓക്കെ, പ്രിൻസിപ്പൽ ആലോചനയിലായി. ഇത് വളരെ ഗൗരവകരമായ ഒരു കേസാണ്. താനെന്താ എന്നിട്ട് ഈ വിവരം എന്നോട് മറച്ചു വെച്ചത്? ആ കുട്ടിയുടെ ഐഡന്റിറ്റി സൂക്ഷിക്കണമല്ലോ. ലെറ്റ് us കോൾ ദ പോലീസ്. താൻ പറഞ്ഞത് സത്യമാണെങ്കിൽ ഇനി ഒരു നിമിഷം പോലും വൈകാൻ പാടില്ല. സോറി മിസ്റ്റർ ലെർക്കിൻ, താങ്കളെ ഞാൻ തെറ്റിദ്ധരിച്ചു. പ്രിൻസിപ്പൽ വീണ്ടും ഹസ്തദാനത്തിനായി കൈനീട്ടി. പെട്ടെന്ന് പോലീസിനെ വിളിക്കേണ്ട സാർ. ഞാൻ ആദ്യം ആ കുട്ടിയെ ഒന്ന് കണ്ട് വിശദമായി സംസാരിച്ചതിന് ശേഷം... താൻ എന്താടോ ഈ പറയുന്നത്? സെക്ഷൽ അബ്യൂസ് എന്ന് കേട്ടാൽ ഉടനെ തന്നെ നമ്മൾ പോലീസിൽ അറിയിച്ചിരിക്കണം എന്നാണ് നിയമം. താനത് വകവെക്കാതെ ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് കാപ്പി കുടിക്കാൻ പോയി. ഇനിയും അതുതന്നെ ചെയ്യാനാണോ പ്ലാൻ? താൻ ചുമ്മാതിരി, ഞാൻ പോലീസിനെ വിളിക്കട്ടെ. ആ കാർന്നോരെ എത്രയും പെട്ടെന്ന് അകത്താക്കണം. രാവിലെ കോളേജിലേക്ക് ഇറങ്ങിയതായിരുന്നു സ്റ്റെല്ല. കാറിനുള്ളിൽ കയറിയിരുന്നതും കോമ്പൗണ്ടിലേക്ക് ഇരച്ചു കയറി വരുന്ന പോലീസ് വാഹനങ്ങൾ കണ്ട് അമ്പരന്നുപോയി അവൾ. പുറത്തേക്ക് ഇറങ്ങിയതും ഒരു മധ്യവയസ്കയായ ഒരു ഉദ്യോഗസ്ഥ ഓടിയെത്തി അവളുടെ കയ്യിൽ പിടിച്ചു. മിസ് സ്റ്റെല്ല, ദയവായി ഞങ്ങളോടൊപ്പം വരണം. എന്താ സംഭവം? പാവം സ്റ്റെല്ലയ്ക്കൊന്നും മനസ്സിലായില്ല. അപ്പോഴേക്കും മുൻവാതിൽ തകർത്ത് അകത്ത് കയറിയ പോലീസ് സംഘം വാൾട്ടറെ അറസ്റ്റ് ചെയ്തിരുന്നു. വാട്ട് ഈസ് ഗോയിങ് ഓൺ? അയാൾക്കൊന്നും മനസ്സിലായില്ല. തുടർന്ന് അറസ്റ്റ് ചെയ്യുന്ന ഓഫീസർ ചാർജ് എന്താണെന്ന് വിശദമാക്കിയപ്പോഴാണ് വാൾട്ടർ നടുങ്ങിപ്പോയത്. തന്റെ ഹൃദയം നിലച്ച പോലെ തോന്നി അയാൾക്ക്. ഇവരെന്താണ് ഈ പറയുന്നത്? അയാൾ ആകെ തകർന്നുപോയി. തുടർന്ന് അവരെ രണ്ടുപേരെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഏതാണ്ട് 11 മണിയോടെ നടപടികൾ ആരംഭിച്ചു. 2 ഓഫീസർമാരാണ് വാൾട്ടറെ ചോദ്യം ചെയ്യാനെത്തിയത്. മിസ്റ്റർ ലെവിൻ, താങ്കൾ പൊതുവെ ഒരു ദേഷ്യക്കാരനാണല്ലേ? അതെ. ഓഹോ, മകളോടും അങ്ങനെ തന്നെയാണോ? അതെ. അവളെ താങ്കൾ ഉപദ്രവിക്കാറുണ്ടോ? ഇല്ല. അവൾ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. പിന്നെ എങ്ങനെയാണ് അവൾ പറഞ്ഞത്? ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് താങ്കൾ സ്റ്റെല്ലയെ സെക്ഷലി ഉപയോഗിക്കുന്നുണ്ട് എന്ന് സ്റ്റെല്ല തന്നെ കൂട്ടുകാരികളോട് പറഞ്ഞിട്ടുണ്ട്. ആ വാക്കുകൾ തന്റെ ഹൃദയം തുളച്ച് കയറിപ്പോയതായി തോന്നി വാൾട്ടറിന്. ആ പറഞ്ഞതിന് യാതൊരു അടിസ്ഥാനവുമില്ല. അയാളുടെ തൊണ്ടയിടറി. എന്റെ മോളെ ഞാൻ... എന്തായാലും മിസ് സ്റ്റെല്ലയെ മെഡിക്കൽ ചെക്കപ്പിനായിട്ട് കൊണ്ടുപോവുകയാണ്. ഇപ്പോഴല്ലെങ്കിൽ പിന്നെയായാലും സത്യം വെളിയിൽ വരും. വരട്ടെ. വാൾട്ടർ 2 കണ്ണും ഇറുക്കിയടച്ചു. ലോകത്തൊരച്ഛനും ഈ ഗതി വരരുതേ എന്നയാൾ പ്രാർത്ഥിച്ചു. പതിയെ പതിയെ അയാളുടെ ഉള്ളിൽ ഒരു മുഖം തെളിഞ്ഞു വന്നു. പ്രൊഫസർ സ്റ്റീവ് ലെർക്കിൻ. നീ തീർന്നടാ, തീർന്ന്. അയാൾ പല്ലുകൾ ഞെരിച്ചു.